Now we shall discuss the energy consideration in the production of motional EMF. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ആം പി ക്യൂവിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. And we have to do work against the Lorentz force in moving this arm. Suppose R is the resistance of the movable arm. PQ എന്നുള്ള ആമിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ സ്മോൾ ആർ ആയിട്ട് എടുത്തു. ബാക്കിയുള്ള ആംസ് ആർ ക്യു, എസ് ആർ, പി എസ് ഇതിനൊക്കെ നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ മോഷൻ ഇ എം എഫ് കണ്ടുപിടിക്കുന്നതിൽ ഐദർ നമുക്ക് ഈ ഫാരഡേസ് ലോ വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ വേറൊരു മെത്തേഡാണ് ഒരു ചാർജ് ക്യൂ കൺസിഡർ ചെയ്തിട്ട് അതിലുള്ള ലോറൻസ് ഫോഴ്സ് എഴുതി എന്നിട്ട് വർക്ക് ഡൺ ബൈ ചാർജ് എഴുതിയിട്ട് വി ക്യാൻ ഫൈൻഡ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ ഈ ഒരു ചാർജ് പിയിൽ നിന്ന് ക്യൂയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ദർ ഇസ് എ കറൻറ്റ് പ്രൊഡ്യൂസ്ഡ് അല്ലേ, ആൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് കറൻറ്റ്, സപ്പോസ് if small r is the resistance of the arm PQ, then the value of current according to Ohm's law, current is equal to V by R, voltage divided by resistance. ഇവിടുത്തെ വോൾട്ടേജ് പറയുന്നത് ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ദി ആം പി ക്യൂ ഈസ് ടേക്കൺ ആസ് സ്മോൾ ആർ. ഇനി മോഷൻ ഇ എം എഫിൻ്റെ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തു, ദാറ്റ് ഈസ് ബി എൽ വി ബൈ ആർ ഈസ് ദ കറൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആം പി ക്യൂ. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ വി ആർ പ്ലേസിങ് ദ കണ്ടക്ടർ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് പ്രസൻറ്റ്. സോ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് എഫ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി. The force experienced by a current carrying conductor in a magnetic field is F is equal to I into L cross B. ഈ L cross B എന്നുള്ളത് എൽ ബി സൈൻ തീറ്റ, തീറ്റ 90 ഡിഗ്രിയാണ്, കാരണം ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. സോ എൽ ബി സൈൻ 90 എന്നുള്ളത് 1 ആയിട്ട് എൽ ബി എന്ന് വന്നു. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇറ്റ് ഈസ് ഔട്ട്വേർഡ്സ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക്, കറണ്ട് ഇൻ ദ കണ്ടക്ടർ ഈസ് ഫ്രം ക്യൂ ടു പി. ചാർജസ് പിയിൽ നിന്ന് ക്യൂയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ക്യൂ ടു പി ആണ്. ഫോഴ്സ് വിൽ ബി ഡയറക്റ്റഡ് ഔട്ട്വേർഡ്സ് ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. സോ ദ ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ പി ക്യൂ ഈക്വൽ ടു ഐ എൽ ബി എന്നുള്ളതിൽ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബി എൽ വി ബൈ ആർ, പിന്നെ എൽ ബി, എൽ 2 പ്രാവശ്യം എൽ ഇൻറ്റു ബി പറയുമ്പോൾ ഇതാണ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ഈ ഫോഴ്സ് പുറത്തേക്ക് നമ്മൾ ഇതിനെ ആം പി ക്യൂവിനെ ഉള്ളിലേക്ക് മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ എഫ് ഈക്വൽ ടു ഐ എൽ ബി എന്നുള്ള ഫോഴ്സ് അതിനെ പുറത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഔട്ട്വേർഡ് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് പുഷ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. സോ ദ വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഏജൻറ്റ് ഇൻ മൂവിങ് ദ ആം പി ക്യൂ, ദ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായി, പവറായി അല്ലേ. സോ വി ക്യാൻ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദ വർക്ക് ഡൺ വി ആർ റൈറ്റിംഗ് ദ ഇക്വേഷൻ ഫോർ പവർ. പവർ ഈസ് ഈക്വൽ ടു, വി നോ ഇറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ടൈം. വർക്ക് ഡൺ പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് by time, that is distance by time is velocity. So we can use the formula power is equal to force into velocity, which is equal to force in equation നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു, v സ്ക്വയർ എൽ സ്ക്വയർ വി ബൈ ആർ ആണ് ഫോഴ്സ്, അതിൻ്റെ കൂടെ ഇൻറ്റു വെലോസിറ്റി പറയുമ്പോൾ ഇവിടെ സ്ക്വയർ വന്നു. അപ്പോൾ this is the power spent by the external agent, mechanical power or the mechanical work done in unit time by the external agent in moving the arm PQ. അതിനെ ഉള്ളിലേക്ക് നീക്കാൻ ഇത്രയും വർക്ക് ചെയ്തു. Now suppose we are calculating ഈ മെക്കാനിക്കൽ എനർജി എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, ലൂപ്പിലുള്ള ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. നമ്മൾ ഈ ആം പി ക്യൂവിനെ മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദിസ് ലൂപ്പ് ഈസ് ഡിക്രീസിങ്. സോ ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലൂപ്പ് പി ക്യു ആർ എസ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഏജൻറ്റ് സ്പെൻഡ് ചെയ്ത മെക്കാനിക്കൽ വർക്ക് ഓർ മെക്കാനിക്കൽ പവർ ആണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയിട്ട് വരുന്നത്. ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കാരണം ലൂപ്പ് പി ക്യു ആർ എസ് വിൽ ഗെറ്റ് ഹീറ്റഡ്.
അപ്പോൾ ഹീറ്റ് എനർജി വിൽ ബി ഡിസിപ്പേറ്റഡ്. ഈ ലൂപ്പ് ഹീറ്റഡ് ആയിട്ട് ഹീറ്റ് എനർജി പുറത്തേക്ക് വരും. ഇനി ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റ് വെച്ച് വി ക്യാൻ കാൽക്കുലേറ്റ് ദ heat energy generated in unit time. H is equal to I square RT joules. ഇതാണ് ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റ്. അപ്പോൾ ഹീറ്റ് എനർജി ബൈ ടൈം ആണ് പവർ. The amount of power generated due to Joule's effect is equal to I square R. I square into ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് ദ ലൂപ്പ് സ്മോൾ ആർ ആണ് എടുത്തിരിക്കുന്നത്. I നേരത്തെ ഡിറൈവ് ചെയ്തു. എന്താണ് ഐൻ്റെ വാല്യൂ BLV ബൈ സ്മോൾ ആർ. സോ B square L square V square by R square അല്ലേ, I square എന്നുള്ളത്. പിന്നെ ഒരു മൾട്ടിപ്ലൈ ബൈ R ഉണ്ട്. അപ്പോൾ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ? B square L square V square by R. അതാണ് ദ ഹീറ്റ് എനർജി ജനറേറ്റഡ് ഇൻ യൂണിറ്റ് ടൈം. ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റ് അനുസരിച്ചിട്ടുള്ള പവർ. അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദീസ് ആർ ദ സെയിം. പി ജെ ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടിയ മെക്കാനിക്കൽ പവർ എത്രയാണ്? B സ്ക്വയർ L സ്ക്വയർ V സ്ക്വയർ ബൈ R തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മെക്കാനിക്കൽ എനർജി സ്പെൻഡ് ബൈ ദ എക്സ്റ്റേണൽ ഏജൻറ്റ് in moving the arm PQ. Okay. The mechanical energy which was needed to move the arm PQ is converted into electrical energy or the induced EMF and then to thermal energy. അപ്പോൾ അവിടെ conservation law is obeyed. Electrical energy തനിയെ produced ആവുകയല്ല, mechanical energy is converted to electrical energy and it is then converted to heat energy. ഇനി we can also see an interesting relationship between the charge and the magnetic flux. അത് നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് d phi by dt or delta phi by delta t. ഇൻഡ്യൂസ്ഡ് EMF according to Ohm's law it is equal to I into R അല്ലേ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് ഈസ് ചാർജ് ബൈ ടൈം, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFന് നമുക്ക് രണ്ട് ഫോർമുല കിട്ടി. നമ്മൾ ആദ്യം എഴുതിയത് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഡെൽറ്റ ഫൈ ബൈ ഡെൽറ്റ ടി അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ. പിന്നെ ദിസ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ ചാർജ് എന്താണ്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഇൻറ്റു ആർ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ റൈറ്റ് സൈഡ് ഇസ് ഓൾസോ ദ സെയിം. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ഫൈ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു delta q by delta t into r. From this, comparing the two, we can write delta phi equal to delta q into r or delta q equal to delta phi by r. അല്ലേ, ചാർജ് എന്ന് പറയുന്നത് ഡെൽറ്റ ഫൈ ബൈ ആർ ആണ്. ഡെൽറ്റ ക്യൂ equal to delta phi by r.